വെൽക്കം ടു ലേണിംഗ് ഫോർ ഓൾ അദിനി. നിങ്ങളുടെ കുട്ടികൾക്ക് കണക്കിനോട് പേടിയാണോ? എൻ്റെ ഈ 7 വഴികൾ നോക്കിക്കേ. കുട്ടികളുടെ കണക്കിനോടുള്ള പേടി നമുക്ക് പമ്പ കടക്കാം. മിക്ക കുട്ടികളും നേരിടുന്ന ഒരു കാര്യമാണ് മാത്സ് ഫോബിയ, കണക്കിനോടുള്ള പേടി. അതിനുള്ള മെയിൻ കാരണം നമ്മൾ പാരൻസ് തന്നെയായിരിക്കും. നമ്മൾ നമ്മുടെ കുട്ടികളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുക. അതായത്, മാത്സ് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയാട്ടോ, ബാക്കിയുള്ള വിഷയം പോലെയല്ല, നീ അതിന് കൂടുതൽ ശ്രദ്ധ വേണം. എനിക്ക് പണ്ടേ മാത്സ് ബുദ്ധിമുട്ടാ, എൻ്റെ അവസ്ഥ നിനക്ക് വരരുത് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിങ്സ്, മാത്സിനോടുള്ള നിങ്ങളുടെ പേടി, അല്ലെങ്കിൽ മാത്സ് ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ കുട്ടികളിലേക്ക് പകരാതിരിക്കുക. അതുപോലെ, നിന്നെ ഒന്നിനും കൊള്ളില്ല, നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല, ഇങ്ങനെ പറഞ്ഞ് കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കാതിരിക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പോസിറ്റീവായിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ കുട്ടികളിലേക്ക് പകരുക. രണ്ടാമത്തെ കാര്യം, ഐഡന്റിഫൈ റീസൺ ഫോർ ഫിയർ ആൻഡ് അക്സെപ്റ്റ് ഫിയർ. നമ്മളുടെ കുട്ടിക്ക് കണക്കിനോട് പേടിയുണ്ടോ? എന്നാണ് അവൻ്റെ പേടിക്ക് കാരണം? ഇത് മനസ്സിലാക്കാൻ നമ്മൾ പാരൻസിനേക്കാളും അധികം ആർക്കും കഴിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം കഴിയേണ്ടത്, എന്തായിരിക്കും നമ്മുടെ മക്കളുടെ കണക്കിനോടുള്ള പേടിക്ക് കാരണമെന്ന് ആ കാരണം എന്തെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനാവുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയായിരിക്കാം കാരണം? ചിലപ്പോൾ ക്രിയേറ്റീവ് ടീച്ചിങ്ങിൻ്റെ ലാക്കായിരിക്കാം. അതായത്, ചിലപ്പോൾ മാത്സ് എന്നത് ഒരിക്കലും റീഡ് ചെയ്ത് പഠിക്കേണ്ട കാര്യമല്ല, അല്ലേ? അതുപോലെ തന്നെയാണ് ടീച്ചിങ്. മാത്സിനെ നമ്മൾ വെറുതെ കൺസെപ്റ്റ് അറിയാതെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പ്രത്യേകിച്ച് ബേസിക്സ്, എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് അവർക്ക് ക്ലിയർ ആക്കി കൊടുത്താൽ തന്നെ അവർക്ക് കറക്റ്റായിട്ട് മാത്സ് പിടികിട്ടും. ഇനി ഇനി ചിലപ്പോൾ മാത്സ് ടീച്ചറോടുള്ള പേടിയായിരിക്കും ആ വിഷയത്തോടുള്ള പേടിയായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ നമ്മളുടെ കുട്ടികളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താണ് അവർക്ക് ഈ പേടിക്ക് കാരണം എന്നിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തത് ചിലപ്പോൾ ലാക്ക് ഓഫ് ഫണ്ടമെന്റൽസ്. അവർക്ക് ഫണ്ടമെന്റൽസ്, ബേസിക്സ് അറിയില്ലായിരിക്കും. ബേസിക്സ് അറിയാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. തേർഡ് റീസൺ, ലാക്ക് ഓഫ് പേഷ്യൻസ്. അതായത്, എല്ലാം തലേ ദിവസത്തേക്ക് പഠിക്കാൻ നിൽക്കുക. മാത്സ് ഒരിക്കലും അങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ല. തലേ ദിവസം നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫോർമുലാസും കൂടി നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനു മുന്നേ തന്നെ ബേസിക്സ് പഠിച്ച് കുറേ പ്രാക്ടീസിലൂടെയാണ് ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ പേഷ്യൻസ് ഇല്ലാതെ വന്നാലും മാത്സിനോട് നമുക്ക് പേടി വരും. ഇത് ഞാൻ ചില റീസൺസ് പറഞ്ഞതാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ചോദിച്ച് എന്തൊക്കെയായിരിക്കാം അവരുടെ മാത്സിനോടുള്ള പേടിക്ക് കാരണമെന്ന് നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. അടുത്തത്, മൂന്നാമത്തെ സ്റ്റെപ്പ്, സ്റ്റാർട്ട് ഫ്രം ബേസിക് ആൻഡ് മൂവ് ടു ഡിഫിക്കൽട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബേസിക്സ് അറിയാതിരുന്നാൽ തന്നെ കുട്ടികൾക്ക് മാത്സിനോടൊരു പേടി വരും. അപ്പോൾ നമ്മൾ അവരെ ആദ്യം തന്നെ ബേസിക്സ് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലത്തിലേക്കും മാത്സിലേക്കും പോകാൻ പാടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ബേസിക്? പ്രീ നമ്പർ കൺസെപ്റ്റ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത്രയും ബേസിക്സ് എന്താണെന്നും ഇത് എന്തിനാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള മാത്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതറിയാതെ നമ്മൾ ഹയർ ആയിട്ടുള്ള മാത്സ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? മാത്സിനോടൊരു വിരക്തി അല്ലെങ്കിൽ മാത്സിനോടുള്ള ഒരു പേടിക്ക് കാരണമാവും. ഇനി എങ്ങനെയാണ് ആ ബേസിക്സ് പഠിക്കുന്നത്? ആ ബേസിക്സ് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കുട്ടികളെ പഠിപ്പിക്കരുത്. അപ്പോൾ അവർക്ക് കൺഫ്യൂഷനാവും, ഒരു ഇഷ്ടക്കുറവും വരും. അപ്പം നമ്മൾ ആദ്യം 1 by 1 ആയിട്ടേ അവരെ പഠിപ്പിക്കാൻ പാടുള്ളൂ. അതും ഏതൊക്കെ രീതിയിൽ പഠിപ്പിക്കാം? അവരെ നമുക്ക് എവരിഡേ ലൈഫ് ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാം. അപ്പോൾ എൻ്റെ 4th സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാത്സിൻ്റെ എവരിഡേ ലൈഫ് ഇമ്പോർട്ടൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തിലകം പറഞ്ഞ പോലെ, ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് പറഞ്ഞ പോലെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മാത്സ് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ, എവിടെയൊക്കെ അത് യൂസ് ചെയ്യാം, അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും.
ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പൈസ കൊടുക്കും. ആ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. അതിനൊക്കെ നമുക്ക് കണക്കറിയണം എന്ന് അവരെ പറഞ്ഞു കൊടുക്കുക. എല്ലാത്തിനും മാത്സ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവും കണക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അതിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. നെക്സ്റ്റ് 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ച് ഡിഫറെൻ്റ്ലി. പല കുട്ടികളും പല രീതിയിലായിരിക്കും. ചില കുട്ടികൾ ഇരുന്ന് പഠിച്ച് അവർക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ കിട്ടുമായിരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് അങ്ങനെ കിട്ടില്ല, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താലാണ് മനസ്സിലാക്കുക എന്നുള്ളത്. ചില കുട്ടികൾക്ക് നമ്മൾ സ്റ്റോറി ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും. നമ്മൾ ഓർക്കുന്നില്ലേ തങ്കുപൂച്ചേ എന്നൊക്കെ വിളിച്ച് ഒരു ടീച്ചർ പറഞ്ഞു കൊടുത്തത്? അതുപോലെ തന്നെ ആ സെയിം മെത്തേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളിലും പ്രയോഗിക്കാം. ഓരോ കഥകളായിട്ട് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് പ്രീ നമ്പർ കൺസെപ്റ്റ്, ബാക്ക് നമ്പർ, അതായത് നമ്പർ ബാക്കോട്ട് എണ്ണാനൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ എപ്പോഴും പാടുന്ന പാട്ടല്ലേ 5 ലിറ്റിൽ മങ്കീസ് ജമ്പിങ് ഓൺ ദ ബെഡ്, അത് നമുക്ക് 10 ലിറ്റിൽ മങ്കീസ് ഒക്കെ പാടിയിട്ട് ബാക്ക്വേർഡ് ആയിട്ട് പഠിപ്പിക്കാം. അങ്ങനെ നമ്മൾ പാട്ടിലൂടെയും കഥകളിലൂടെയും നമുക്ക് കുട്ടികളിലേക്ക് കണക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പലതരം കണക്ക്, പീലിച്ചേട്ടൻ കടയിൽ പോയി ഇന്നത് വാങ്ങി, നമ്മൾ ബാലൻസ് ഇത്ര കൊടുത്തു, അങ്ങനെ പല രീതിയിൽ കഥകളായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ചില കുട്ടികൾക്ക് വരയ്ക്കാനായിരിക്കും കഴിവ്. അവരെ വരച്ച് തന്നെ മാത്സ് പഠിപ്പിക്കുക. 2 ലൈൻ വരയ്ക്കുക, അതിൽ നിന്ന് ഒരു ലൈൻ കളയുമ്പോൾ ബാക്കി എത്രയുണ്ട്, അങ്ങനെ ബേസിക്സ് അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. വേറെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജോമെട്രിക് ഷേപ്സ്. നമുക്ക് പല ആക്ടിവിറ്റിയിലൂടെ ജോമെട്രിക് ഷേപ്സ് പറഞ്ഞു കൊടുക്കാം. പെൻഡഗൺ ഒക്കെ വരയ്ക്കാനായിട്ട് അവരെ ഓരോ ഷേപ്പൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. ഇങ്ങനെ പലതരം ആക്ടിവിറ്റീസിലൂടെ നമുക്ക് അവരെ ഷേപ്സ് പഠിപ്പിക്കാം. ഇത് കണ്ടോ, പല ആക്ടിവിറ്റീസിലൂടെ അരിത്തമെറ്റിക്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ മടുപ്പുണ്ടാവില്ല. അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരും. നമ്മളിങ്ങനെ ഒരു പാത്രത്തിലൊക്കെ ബട്ടൺ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ റെഡ് ബട്ടൺ എത്രയുണ്ട്, ഗ്രീൻ ബട്ടൺ എത്രയുണ്ട്, അങ്ങനെയൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിൽക്കും, അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും, ബോറടി ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുമ്പോൾ അതിലും മാത്സ് കലർത്താനായിട്ട് ശ്രമിക്കുക. 2 പ്ലേറ്റ് എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് ആ പ്ലേറ്റിൽ നിന്ന് റെഡ് പ്ലേറ്റ് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ബാക്കി എത്രയുണ്ട്, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ തുണി മടക്കി വയ്ക്കുമ്പോൾ ഇത് ഓറഞ്ച് തുണി എത്രയുണ്ട്, അങ്ങനെയൊക്കെ അവരെ വീട്ടുകാര്യങ്ങളിലും നമ്മൾ പങ്കെടുപ്പിക്കുമ്പോൾ നമ്മൾ പതിയെ പതിയെ കണക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരറിയാതെ തന്നെ അവരുടെ മനസ്സിൽ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പഠിപ്പിക്കും. അതുപോലെ ബർത്ത്ഡേ കലണ്ടർ, എത്ര ദിവസം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആവും, അങ്ങനെയൊക്കെ കൗണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മാത്സിനോടുള്ള ഇഷ്ടം കൂടി വരും, പേടി കുറഞ്ഞു വരും. ഇത്ര സിമ്പിളാണോ മാത്സ്? ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ അവരുടെ മനസ്സിലേക്ക് വിടാൻ പോകുന്നത്. നമ്മൾ അവരുടെ കൂടെ തന്നെ ഇരുന്ന് അവരെ പഠിപ്പിക്കണം എന്നില്ല. അവർ നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ അവരിലേക്ക് പതിയെ പതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇനി എൻ്റെ അടുത്ത സ്റ്റെപ്പ്, ബി പേഷ്യൻ്റ്. വളരെ പേഷ്യൻസോട് കൂടി മാത്രമേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഇരിക്കാവുള്ളൂ. അവരോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും മാത്സിനോട് പേടിയാവും, അവർക്ക് പഠിക്കാനുള്ള ഇഷ്ടം കുറയും. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് നല്ല പേഷ്യൻസോടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മിക്ക പാരൻസും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ അടിക്കുക, വഴക്ക് പറയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോകും. ഇതും ഒരു മാത്സ് ഫോബിയയ്ക്ക് കാരണമാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ കുട്ടികളോട് സ്നേഹത്തോടെ അവരുടെ അടുത്തിരുന്ന് നല്ല ക്ഷമയോടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പക്ഷേ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് മാത്സ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ അടുത്ത് വിളിച്ചിട്ട് ഇത് ചെയ്യ് എന്ന് പറഞ്ഞു കൊടുക്കാതെ പല രീതിയിലുള്ള ആക്ടിവിറ്റിയിലൂടെ അവരിലേക്ക് മാത്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരെ കൊണ്ട് പ്രോബ്ലംസ് ചെയ്യുക. അവർ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അവരെ എൻകറേജ് ചെയ്യുക, അവരെ നമ്മൾ അഭിനന്ദിക്കുക, അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെ ഹാപ്പി ആക്കുക. അപ്പോൾ അവർക്ക് തന്നെ മാത്സിനോടുള്ള ഒരു പേടി മാറിക്കിട്ടും. അപ്പോൾ ഇത്രയും ഈ 7 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങളുടെ മക്കളുടെ കണക്കിനോടുള്ള പേടി എന്തായാലും മാറും. നിങ്ങളെല്ലാവരും ശ്രമിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
താങ്ക് യു.